أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما نرسل المرسلين إلا مبشرين ومنذرين ويجادل الذين كفروا بالباطل ليدحضوا به الحق واتخذوا آياتي وما أنذروا هزوا ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه إنا جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا وإن تدعهم إلى الهدى فلن يهتدوا إذا أبدا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ ബദം 946 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 56 മുതൽ 58 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ വയുജാദിലുൽ ലദീന കഫറൂ ബിൽ ബാത്തിൽ ലിയുദ്ഹിലൂ ബിഹിൽ ഹഖ്ഖ വത്തഖദൂ آياتي وما أنذروا هزوا ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه إنا جعلنا على قلوبهم أكنة أن يفقهوا وفي آذانهم وقرا وإن تدعوهم إلى الهدى فلن يهتدوا إذا أبدا. صدق الله العلي العظيم. സൂറത്തുൽ കഹ്ഫിലെ 56, 58 ആയത്തുകളാണ്. 56 മുതൽ 88 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ വിശുദ്ധ ഖുർആനിൽ മനുഷ്യന് യുക്തിയും ബുദ്ധിയും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ബോധ്യപ്പെടാൻ ആവശ്യമായ വിവിധങ്ങളായ ഉദാഹരണങ്ങളും ഉപമകളും ഒക്കെ അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യന്റെ പ്രകൃതം നിരന്തരമായി തർക്കങ്ങളിൽ ഏർപ്പെടുക, കുയുക്തിയുമായിട്ട് അതിനെ നേരിടുക എന്നതൊക്കെയാണ്. യഥാർത്ഥത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ബോധ്യപ്പെടാത്തതല്ല സത്യമാർഗം. ഹുദ അവരുടെ മുന്നിൽ എത്തിയപ്പോൾ അതിൽ വിശ്വാസമുള്ളവരാകുന്നതിന് അവർക്ക് തടസ്സമായിട്ടുള്ളത്, അതുപോലെ അവര് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിനും പാപമോചനം തേടുന്നതിനുമൊക്കെ അവർക്ക് തടസ്സമായിട്ടുള്ളത് പൂർവികർ നേരിട്ട പോലെയുള്ള ദൈവിക നടപടികൾ, വ്യക്തമായും ദൈവിക ശിക്ഷ അവര് നേരിടേണ്ടി വന്നിട്ടില്ല. അവരുടെ കൺമുന്നിൽ അങ്ങനെയുള്ള ഒരു ശിക്ഷ എത്തിയിട്ടില്ല എന്നത് മാത്രമാണ്. ഇതാണ് ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. ഇവിടെ അഡ്രസ് ചെയ്യപ്പെടുന്ന ആ സമൂഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയിരുന്ന ദൈവിക ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള താക്കീദിനെ നിസ്സാരമായി കണ്ടുകൊണ്ട് എന്നാൽ അതിങ്ങ് വരട്ടെ, ഞങ്ങള്
കുറെ കാലമായല്ലോ ഇങ്ങനെയുള്ള ഭീഷണികളും വിരട്ടലും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ശിക്ഷ എന്തെങ്കിലും വരാത്തത് എന്ന വിധത്തില് അവര് സംസാരിക്കുന്നത്, അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു നിലപാടിൽ അവര് പ്രതികരിക്കുന്നത് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ആയത്തുകളൊക്കെ അവതരിക്കുന്ന പശ്ചാത്തലം. അപ്പൊ അതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളിൽ അള്ളാഹു പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇന്ന് വായിച്ച ആയത്തുകളുടെ ആശയം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആളുകളെ ഈ കാര്യങ്ങൾ കേൾപ്പിക്കുന്നത്, അവരുടെ പ്രതികരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ വാചകങ്ങള് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ വാചകങ്ങളാണ്. ഈ വാചകങ്ങളാണ് അവരെ അള്ളാഹുവിന്റെ ദൂതൻ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒമാൻ ഉർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വ മുൻദിരീൻ. അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്, നാം ദൂതന്മാരെ അയക്കുന്നില്ല, ഇല്ലാ മുബശ്ശിരീന വ മുൻദിരീൻ, ശുഭവൃത്താന്തം സന്തോഷവാർത്ത അറിയിക്കുന്നവരായിക്കൊണ്ടും താക്കീത് നൽകുന്ന മുന്നറിയിപ്പ് നൽകുന്നവരായിക്കൊണ്ടും അല്ലാതെ നാം ദൂതന്മാരെ അയക്കുന്നില്ല എന്നാണ് അള്ളാഹു വളരെ വ്യക്തതയോടുകൂടി ഇവിടെ പറയുന്നത്. ദൂതന്മാരോട് ആണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൂതനോടാണ് ഈ ആളുകള് താക്കീത് ചെയ്യപ്പെട്ട ശിക്ഷ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലം ഈ ആയത്തിന്റെ അവതരണത്തിന് കാണണം. അതിന്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദൂതനല്ല ശിക്ഷ കൊണ്ടുവരുന്നതും ശിക്ഷ നടപ്പിലാക്കുന്നതും. അള്ളാഹുവിന്റെ ദൂതന്റെ ചുമതല സന്തോഷവൃത്താന്തം അറിയിക്കലും അതുപോലെ താക്കീത് നൽകലുമാണ്. അള്ളാഹു നൽകിയിട്ടുള്ള ബുദ്ധിയും കഴിവും മനുഷ്യന്റെ കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള സാധ്യതകളും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദൈവിക ദൃഷ്ടാന്തങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടാനും അവന്റെ മാർഗദർശനം ഉൾക്കൊള്ളാനും സന്നദ്ധരാവുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയാണ് ദൂതന്മാർ അറിയിക്കുന്നത്. അതേപോലെ തന്നെ അതിനെ കൂട്ടാക്കാതെ ബുദ്ധിക്കും യുക്തിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്ന കാര്യം അംഗീകരിക്കാനോ പിന്തുടരാനോ സന്നദ്ധമല്ലാതെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് നേരിടാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതാണ് പ്രവാചകന്മാർ ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാര്യത്തെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, വമാൻ ഉർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വ മുൻദിരീൻ. ദൂതന്മാരെ നാം അയക്കുന്നില്ല, അവരെ ശുഭവൃത്താന്തം നൽകുന്നവരായിക്കൊണ്ട് സന്തോഷവാർത്ത നൽകുന്നവരായിക്കൊണ്ടും അതുപോലെ ഇന്ദാറ് നൽകുന്ന താക്കീതും മുന്നറിയിപ്പും ഒക്കെ നൽകുന്നവരായിക്കൊണ്ടുമല്ലാതെ. ഇതില് ഈ സന്തോഷവൃത്താന്തത്തിന് അർഹരായ ആളുകൾക്ക് ആ സന്തോഷം അങ്ങ് പകർന്നു കൊടുക്കുന്ന ആളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീത് നൽകപ്പെടുന്ന ആളുകള് അവരിൽ ശിക്ഷ അർഹിക്കുന്നവർക്ക് ആ ശിക്ഷ ഏൽപ്പിക്കുന്ന ശിക്ഷ നൽകുന്ന ആളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുന്നറിയിപ്പുകാരനാണ്, താക്കീതുകാരനാണ്, സന്തോഷവൃത്താന്തം അറിയിക്കുന്നവനുമാണ്. എന്നാൽ ഈ ആളുകള് വത്തഖദു ആയാതി വമാ ഉൻദിറു ഹുസുവ, നമ്മുടെ ആയാത്തുകളെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും നാം താക്കീത് നൽകിയിട്ടുണ്ടായിരുന്ന, അവർക്ക് താക്കീതായി നൽകപ്പെട്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെയും വളരെ നിസ്സാരമായിട്ട് ഒരു പരിഹാസമായിട്ട് കാണുന്നവരാണ്
ഈ ആളുകൾ. അവരതിനെ ഗൗരവത്തിൽ എടുക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവിക പ്രവാചകന്മാരെയൊക്കെ പോലെ തന്നെ ആളുകളുടെ മുന്നിൽ ദൈവിക സന്ദേശം അവതരിപ്പിക്കുന്നു, ജനങ്ങൾക്ക് സന്തോഷ വാർത്തയും താക്കീതും നൽകുകയും ചെയ്യും. എന്നാൽ ആളുകളുടെ പ്രതികരണം അതിനെ അവര് ഒരു പരിഹാസമായിട്ട് അല്ലെങ്കിൽ ഒരു തമാശയായിട്ടാണ് ഏറ്റുവാങ്ങുന്നത്. അതിനെ പ്രവാചകൻ അവർക്ക് പകർന്നു നൽകുന്ന ആ സന്ദേശത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണമല്ല അവർ നൽകുന്നത്. വത്തഖദു ആയാതി വമാ ഉൻദിറു ഹുസുവ, ഒരു ഹാസ്യമായിട്ട് അല്ലെങ്കിൽ ചിരിച്ചു തള്ളാവുന്ന ഒരു വിഷയമായിട്ടാണ് അള്ളാഹുവിന്റെ ആയാത്തുകളെയും അള്ളാഹു പ്രവാചകൻ മുഖേന അവർക്ക് നൽകുന്ന താക്കീതുകളെയും അവർ കാണുന്നത്. അതിന്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ അവര് സന്നദ്ധമാകുന്നില്ല. അതിന്റെ കാരണം തൊട്ടു മുകളിലുള്ള ആയത്തിൽ വ്യക്തമാക്കപ്പെട്ടതാണ്. അവരുടെ കൺമുന്നിൽ ആ താക്കീത് ചെയ്യപ്പെട്ട ശിക്ഷ എത്തിയിട്ടില്ല എന്നതാണ്. അള്ളാഹുവിന്റെ നടപടി പല പൂർവിക സമൂഹങ്ങൾക്കും നേരിടേണ്ടി വന്നിട്ടുള്ള വിധത്തിലുള്ള നടപടികൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല എന്നതും, താക്കീത് നൽകപ്പെട്ട ശിക്ഷ അവരുടെ കൺമുന്നില് സംഭവിച്ചു കണ്ടിട്ടില്ല എന്നതും മാത്രമാണ് അതിനെ പരിഹാസമായിട്ട് അല്ലെങ്കിൽ ചിരിച്ചു തള്ളാനുള്ള ഒരു സംഗതിയായിട്ട് അവർ കാണുന്നതിന് അവർക്ക് കാരണമായിട്ടുള്ളത് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. എന്നാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന വിധത്തില്, നിങ്ങൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ശിക്ഷ അങ്ങ് സംഭവിക്കട്ടെ എന്നുള്ള നിലക്ക് അതങ്ങ് നടപ്പിലാക്കാൻ ചുമതല ഏൽപ്പിക്കപ്പെട്ട ആളല്ല പ്രവാചകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല സന്തോഷ വൃത്താന്തം നൽകുക എന്നതും താക്കീത് നൽകുക എന്നതുമാണ്. തുടർ നടപടികള് അള്ളാഹുവിന്റെ സംവിധാന പ്രകാരം, അള്ളാഹുവിന്റെ നിശ്ചയം പോലെ അത് സംഭവിച്ചുകൊള്ളും എന്നതാണ് അത് സംബന്ധമായിട്ടുള്ള വസ്തുത. അത് നടപ്പിലാക്കേണ്ടവനല്ല പ്രവാചകൻ. വമൻ അളലമു മിമ്മൻ ദുഃഖിറ ബി ആയാതി റബ്ബിഹി ഫഅറള അൻഹ വനസിയ മാ ഖദ്ദമത് യദാഹു. തുടർന്ന് അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. ഈ കേൾക്കുന്ന അഭിസംബോധിത സമൂഹത്തിന്റെ പ്രജ്ഞയറ്റ അവസ്ഥയിൽ അവരിലൊരു ഒരു ഉണർവ് ഉണ്ടാകുന്നതിന്, അവരെ അല്പം ചിന്തിപ്പിക്കുന്നതിനൊക്കെ ഉപകരിക്കാൻ ഇടയുള്ള വിധത്തിലുള്ള ഒരു ചോദ്യം. വമൻ അളുലം, ആരാണ് കൂടുതൽ അക്രമിയും ധിക്കാരിയും ഒക്കെയായി മാറിയിട്ടുള്ളത്? മിമ്മൻ ദുഃഖിറ ബി ആയാത്തി റബ്ബിഹി, തന്റെ റബ്ബിന്റെ, തന്റെ നാഥന്റെ ദൃഷ്ടാന്തങ്ങളെ ഓർമ്മിപ്പിക്കപ്പെട്ടപ്പോ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഉത്ബോധനം ചെയ്യപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഇപ്പോ ഉണർത്തുന്നത്, അവർക്ക് ഉത്ബോധനം നൽകുന്നത്. എന്നാൽ അങ്ങനെ ചെയ്തപ്പോ അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയും വനസിയ മാ ഖദ്ദമത് യദാഹു, അവൻ നേരത്തെ ചെയ്തു കൂട്ടിയിട്ടുണ്ടായിരുന്ന അതിക്രമങ്ങളെ സൗകര്യപൂർവം അങ്ങ് മറന്നു കളയുകയും ചെയ്ത ഒരുവൻ, അവനേക്കാൾ ധിക്കാരിയും അക്രമിയുമായിട്ട് ആരുണ്ട് എന്നാണ് അള്ളാഹുവോട് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിലേക്ക് കടന്നു വന്ന ആ ഘട്ടത്തില് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെയും ജീവിത ദർശനത്തെയും ഒക്കെ വളരെ യുക്തിഭദ്രവും ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ പിൻബലമുള്ളതും ഒക്കെ ആയിരിക്കെ തന്നെ അതിനെ നിസ്സാരമായി കണ്ടുകൊണ്ട് അതിനെതിരിൽ നിലകൊള്ളുകയും അതിനോട് വളരെ പ്രതികൂലമായിട്ട് മാത്രം പ്രതികരിക്കുകയും അദ്ദേഹത്തിന്റെ മുന്നിൽ ഒട്ടേറെ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുള്ള ഈ ആളുകൾ
യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ആയാത്തുകളെ അവര് പരിഹസിക്കുകയായിരുന്നു, അതിനെ നിസ്സാരമായിട്ട് കാണുകയായിരുന്നു. അത് അർഹിക്കുന്ന ഒരു പരിഗണനയും ശ്രദ്ധയും അതിന് നൽകാതിരിക്കുകയും അതിനെ വളരെ അപ്രസക്തമായതായിട്ട് കാണുകയൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്. പ്രവാചകൻ നൽകിയിട്ടുള്ള താക്കീതുകളെ ഒന്നും അവര് ഗൗരവത്തിൽ കാണുന്നില്ല. അങ്ങനെ താക്കീതുകളെ ഗൗരവത്തിൽ കാണാതിരിക്കുകയും ദൈവിക ദൃഷ്ടാന്തങ്ങൾ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ഈ ഉത്ബോധനത്തെ അവഗണിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഈ ആളുകൾ, ആ ഘട്ടത്തിൽ യഥാർത്ഥത്തില് അവര് തന്നെ പിന്തുടർന്നു വന്ന അക്രമത്തിന്റെ വഴികൾ, അതിനെക്കുറിച്ച് അവര് സൗകര്യപൂർവ്വം മറക്കുകയാണ്. ഇതുവരെ അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള ദ്രോഹങ്ങൾ, അവരുടെ കരങ്ങൾ ചെയ്തിട്ടുള്ള പല വിധത്തിലുള്ള അക്രമങ്ങൾ, അത് അവരുടെ മേൽ അനിവാര്യമാക്കുന്ന ചില അനന്തര നടപടികളുണ്ട്. അതിനെക്കുറിച്ചൊന്നും അവർ ഓർക്കുന്നേ ഇല്ല. അവര് എല്ലാം തികഞ്ഞവരാണ് എന്ന നിലക്ക്, ഒരു പോരായികയും ഇല്ലാത്തവരാണ് എന്ന നിലക്ക്, ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ താക്കീതുകളെ നിസ്സാരമാക്കി കാണുന്നതും ദൈവിക ദൃഷ്ടാന്തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഉത്ബോധനത്തെ ചെവിക്കൊള്ളാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരുവൻ, അവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത് എന്നാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. രണ്ട് കുറ്റങ്ങളാണ് ഈ ആളുകളുടെ മേൽ ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. ഒന്ന്, അവര് ദൈവിക ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുന്നിൽ കേൾപ്പിക്കപ്പെടുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ അവർക്ക് വിശദമാക്കപ്പെടുകയും ചെയ്തപ്പോ അവരതിന് വേണ്ട പരിഗണന കൊടുക്കാതെ തിരിഞ്ഞു കളഞ്ഞു. ആ ദൃഷ്ടാന്തങ്ങളെ അവഗണിച്ചുകൊണ്ട് അവര് തിരിഞ്ഞു കളഞ്ഞു. അവന്റെ കൈകൾ നേരത്തെ ചെയ്തു കൂട്ടിയിട്ടുള്ള അതിക്രമങ്ങളുണ്ട്, അത് തൽക്കാലത്തേക്ക് അങ്ങ് വിസ്മരിക്കുകയും ചെയ്തു. നേരത്തെ ഈ വ്യക്തി അല്ലെങ്കിൽ ഇതുപോലെയുള്ള വ്യക്തികള് ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾ തന്നെ ധാരാളം മതി അവരെ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് അർഹരാക്കാൻ. അത് തൽക്കാലം അവർ മറക്കുകയാണ്. അത് കൂടാതെ അള്ളാഹുവിന്റെ ദൂതൻ നൽകുന്ന ഈ ഓർമ്മപ്പെടുത്തൽ, ഈ ഉണർത്തല്, അതിനെ അവർ നിസ്സാരമാക്കി തള്ളുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരുവനേക്കാൾ വലിയ ആത്മദ്രോഹിയായിട്ട് ആരുണ്ട് എന്നതാണ് ചോദ്യം. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത്, ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ, നിശ്ചയമായിട്ടും അവരുടെ ഹൃദയങ്ങളിൽ നാം ഒരു ആവരണം വെച്ചിരിക്കുകയാണ്. അവരുടെ ഹൃദയങ്ങളിലേക്ക് കാര്യങ്ങളൊന്നും വേണ്ട വിധത്തില് കയറുകയില്ല. അവർക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തില് അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു അടപ്പിട്ടിരിക്കുകയാണ്. അവരെ ഇത് ഉൾക്കൊള്ളുന്നവരാകാതിരിക്കുന്ന വിധത്തിൽ ദൈവിക ദൃഷ്ടാന്തങ്ങളെയും താക്കീതുകളെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലല്ലാതിരിക്കുന്ന വിധത്തില് അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു ആവരണം നൽകപ്പെട്ടിരിക്കുകയാണ്. അതിലേക്കൊന്നും കയറുന്നില്ല എന്നതാണ് അവസ്ഥ. അത് അവരുടെ തന്നെ നിലപാടുകളുടെ കാരണമായിട്ട് ഉണ്ടായിത്തീർന്നിട്ടുള്ളതാണ്. നമുക്ക് തന്നെ അറിയാതെ ചില കാര്യങ്ങളിൽ നമ്മളുടെ താല്പര്യങ്ങളെ തുടക്കം മുതലേ അടച്ചിട്ട് കളയും. ചില വിഷയങ്ങൾ നമ്മൾ കേൾക്കാനോ ഉൾക്കൊള്ളാനോ ആഴത്തിൽ മനസ്സിലാക്കാനോ ഒന്നും ശ്രമിക്കാത്ത വിധത്തില് ഹൃദയത്തിന്റെ കവാടങ്ങള് ചില കാര്യങ്ങളുടെ നേരെ പൊട്ടി അടച്ചു കളയും. ഇത് സന്മാർഗവും അല്ലെങ്കിൽ ലലാലത്വം ഒന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലാതെ തന്നെ ചില പഠന വിഷയങ്ങൾ നമ്മൾ തീരെ താല്പര്യം കാണിക്കാതെ, അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ, അതിനോട് പുറംതിരിഞ്ഞ് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കും.
അതിന്റെ ഫലമായിട്ടുണ്ടാവുക കുറച്ച് കഴിയുമ്പോൾ പിന്നെ അങ്ങനെ ഒരു സംഗതി ആ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് കയറുകയേ ഇല്ല. ഇങ്ങനൊരു അവസ്ഥ സ്വാഭാവികമായിട്ട് വന്നു ചേരും. അതൊരാളുടെ നിലപാടിന്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യം പ്രവാചകന്മാര് നൽകുന്ന താക്കീതുകള്, അതുപോലെ അവര് നൽകുന്ന അവരെ ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്നതിന് വേണ്ടി അവരോട് പറയുന്ന കാര്യങ്ങള്, ഇതൊന്നും തന്നെ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള ശ്രമം നടത്താതെ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങള് ഒരുതരം ആവരണം അണിയിക്കപ്പെട്ട അവസ്ഥയിലാവും. പിന്നെ അവരുടെ ഹൃദയങ്ങളിലേക്ക്, അവരുടെ മസ്തിഷ്കത്തിലേക്ക് യാതൊന്നും കയറുകയില്ല. ഇന്നാ ജഅൽന അലാ ഖുലൂബിഹിം അകിന്നതൻ, അവരുടെ ഹൃദയങ്ങൾക്ക് നാം ഒരു ആവരണം അണിയിച്ചിരിക്കുകയാണ്. അൻ യഫ്ഖഹൂഹു, അവര് ഇതൊന്നും ഉൾക്കൊള്ളുന്നവരാവാതിരിക്കുന്ന വിധത്തിൽ. വഫി ആദാനിഹിം വഖ്റ, അവരുടെ കാതുകളിലും ഒരു അടപ്പുണ്ട്. കാര്യങ്ങൾ കേൾക്കുക പോലും ചെയ്യാത്ത വിധത്തില് ബധിരതയുള്ളവരായിട്ട് അവര് പ്രതികരിച്ചു തുടങ്ങും. ആവർത്തിച്ച് അവരോട് പറഞ്ഞാൽ പോലും അതൊന്നും കേട്ടിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നുകയേയില്ല. നേരത്തെ ഇതേ വിഷയം തന്നെ പരാമർശിക്കപ്പെട്ടതാണ്, വിശദമായിട്ട് കൈകാര്യം ചെയ്യപ്പെട്ടതാണ് എന്നൊക്കെ ആണെങ്കിൽ പോലും ഒന്നും കേട്ടിട്ടില്ലാത്ത ആളെ പോലെയാണ് അവര് അത്തരം തർക്ക വിഷയങ്ങൾ വീണ്ടും ഉന്നയിക്കുക. അപ്പൊ അവരുടെ ഹൃദയങ്ങൾക്ക് നാം ഒരു അഖിന്നത്ത്, ഒരു അടപ്പ്, ഒരു ആവരണം, അതിലേക്കൊന്നും ആശയങ്ങളൊന്നും അങ്ങ് കയറാത്ത വിധത്തില്, അവർക്കൊന്നും മനസ്സിലാകാത്ത വിധത്തിൽ ഒരു ആവരണം നൽകിയിരിക്കുകയാണ്. ഒന്നും പിന്നീട് അവരുടെ ചിന്താമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നേയില്ല. അവരുടെ കാതുകളാണ് യഥാർത്ഥത്തില് ഈ ഡേറ്റ റിസീവ് ചെയ്യുന്ന ഒരു ഓർഗൻ, ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്ന ശരീരത്തിലെ ഒരു ഓർഗൻ. അപ്പൊ ഈ കാതുകള് ഒന്നും കേൾക്കാത്ത വിധത്തിൽ കാതുകൾക്കൊരു അടപ്പ് വന്ന് വീണ പോലെയാണ്. വൈൻ തദുഉഹും ഇലൽ ഹുദ, പ്രവാചകരെ താങ്കളെ അവരെ സത്യമാർഗത്തിലേക്ക്, ഹിദായത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിലോ ഫലൻ യഹ്തദു ഇദൻ അബദ, അവരൊരിക്കലും തന്നെ സന്മാർഗം പ്രാപിച്ചവരാവുകയില്ല. അവർക്ക് അതിന്റെ പ്രയോജനം കിട്ടുകയില്ല. ലോകത്ത് സത്യവും സന്മാർഗവും തേടിക്കൊണ്ട് ദാഹാർത്തരായി അതിനുവേണ്ടി കേണ് ആഗ്രഹിച്ചുകൊണ്ട് പ്രയത്നിച്ച് ദീർഘമായ യാത്ര നടത്തിയ ആളുകളൊക്കെ ഉണ്ട്. സത്യം അറിയാൻ വേണ്ടിയും ഹക്ക് ഉൾക്കൊള്ളാനൊക്കെ വേണ്ടിയും സത്യാന്വേഷികളായിട്ട് ഒരുപാട് പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ദീർഘമായ യാത്ര നടത്തി ഒക്കെ അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ച ആളുകളുണ്ട്. എന്നാൽ ഈ ആളുകളുടെ അവസ്ഥ, അവരുടെ കാതുകളിൽ അത് എത്തിയാൽ പോലും അത് കേൾക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നില്ല. അവരുടെ ഹൃദയങ്ങളിലേക്ക് അത് പ്രവേശിക്കാത്ത വിധത്തിൽ ഹൃദയങ്ങൾക്ക് ഒരു ആവരണം ഉണ്ടായിരിക്കുകയാണ്. ഈ രണ്ട് സംഗതികൾക്കും, കാതുകൾക്ക് അടപ്പ് വന്നതിനും ഹൃദയങ്ങൾക്ക് ആവരണം വന്നതിനും ഒക്കെ തന്നെ അവരുടെ നിലപാടുകളാണ് കാരണം എന്നത് നമുക്കതിനെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ 58-ാമത്തെ ആയത്ത് ഞാൻ ഇന്ന് ചർച്ചയിൽ കൊണ്ടുവരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് 87 തുടക്കത്തിൽ അനൗൺസ് ചെയ്തത് 88 എന്നേ ഉള്ളൂ. അപ്പൊ ഈ രണ്ടായത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു ദൂതന്മാരെ അയച്ചിട്ടുള്ളത് സന്തോഷവൃത്താന്തം നൽകപ്പെട്ട കാര്യം അങ്ങ് അവരുടെ കൺമുന്നിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല, താക്കീത് നൽകപ്പെട്ട ശിക്ഷ അവരുടെ മുന്നിൽ അവതരിപ്പിച്ച് അവരെ അതിന് വിധേയരാക്കാനും വേണ്ടിയല്ല, മറിച്ച് സന്തോഷവാർത്ത നൽകാനും താക്കീത് നൽകാനുമാണ് ദൂതന്മാരെ അയച്ചിട്ടുള്ളത്. അപ്പോ ദൂതന്മാർ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളെ
വിലയിരുത്തിക്കൊണ്ട് അള്ളാഹു നൽകിയ കഴിവുകളും അതുപോലെ തന്നെ ടൂൾസും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ വിലയിരുത്തി ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയും അതിനെ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും അതിന്റെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരും എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യം. ഇത്തരം ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തന്നെ വ്യക്തിപരമായി പ്രയത്നിച്ചുകൊണ്ട് അവരെ സത്യമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പോലും അവരൊരിക്കലും തന്നെ സന്മാർഗം ലഭിക്കാനുള്ള ഭാഗ്യമുള്ളവരായി മാറുകയില്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അവര് ഈ പരിഹാസത്തിന്റെ ഒക്കെ ഘട്ടത്തില് അവരുടെ നിലപാടില് വന്നു ചേരുന്ന സ്വാഭാവികമായ മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യം, ഈ വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് അവർ നേരത്തെ ചെയ്തു കൂട്ടിയിട്ടുള്ള അക്രമങ്ങൾ, പ്രത്യേകിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇത് പറയുമ്പോൾ മക്കയിലെ പ്രമാണിമാരും നേതാക്കന്മാരും ഒക്കെ ആയ ആളുകൾ പിന്നിട്ട ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 8-9 വർഷങ്ങൾക്കുള്ളിലായി അല്ലെങ്കിൽ 9-10-11 വർഷങ്ങൾക്കുള്ളിലായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അദ്ദേഹത്തെ പിൻപറ്റിയ ദുർബലരായ ആളുകളോടും അവർ ചെയ്തു കൂട്ടിയിരുന്ന അക്രമങ്ങൾ, ഇതൊക്കെ നിസ്സാരമായിട്ട് അവര് മറക്കുകയാണ്. അതിന്റെയൊക്കെ ദുരന്തം, അതിന്റെയൊക്കെ ആക്ഷേപത്തെ അവര് ഏറ്റുവാങ്ങാനിരിക്കുന്നു എന്ന കാര്യം ഓർമ്മിക്കാതെയാണ് ഇവര് ഈ ധിക്കാരപൂർവമുള്ള അല്ലെങ്കിൽ ധാർഷ്ട്യത്തോടെയുള്ള അവരുടെ ഇപ്പോഴത്തെ നിലപാട് തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം. ഭാഗ്യദോഷികളാണ് അവര്. അവരുടെ ഹൃദയങ്ങൾക്ക് ആവരണം വന്നു വിട്ടിരിക്കുന്നു, അവരുടെ കാതുകൾക്ക് ഒരു അടപ്പ് വീണിട്ടുണ്ട്, അവര് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി സത്യമാർഗം സ്വീകരിക്കുന്നവരായി മാറുകയില്ല എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മക്കയിലെ ആ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ പ്രതികൂലമായ വിധത്തിൽ പ്രതികരിച്ചിരുന്ന ആളുകളുടെ മാനസിക ഘടന അല്ലെങ്കിൽ മാനസിക നില എന്തായിരുന്നു എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന സംഗതി. ഇന്നലെയും മിനിയാന്നും ഒക്കെയായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. പ്രതിസന്ധിയിൽ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അള്ളാഹു എന്തെങ്കിലും മറുപടി നൽകുന്നതായി നമ്മൾ കാണുന്നുണ്ടോ? എന്നിട്ടും ഇതര ദൈവങ്ങളെ ആരാധിക്കുന്നവരെ നരകശിക്ഷ ലഭിക്കാനിരിക്കുന്ന കൊടും കുറ്റവാളികൾ എന്നൊക്കെ വിളിക്കുന്നത് ഒരു ദൈവത്തിന് ചേരുന്നതാണോ എന്നതാണ് ചോദ്യം. തീർച്ചയായിട്ടും യഥാർത്ഥ ദൈവം ഇങ്ങനെ പറയുന്നില്ലെങ്കിലല്ലേ നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. മനുഷ്യന് ശരിയായ വിധത്തില് മാർഗദർശനം ചെയ്യാൻ വേണ്ടി ദൂതന്മാരെ അയച്ചിട്ടുള്ള, പ്രപഞ്ചത്തില് നമുക്ക് എണ്ണി തീർക്കാൻ കഴിയാത്ത അത്രയും എണ്ണം ദൃഷ്ടാന്തങ്ങള് ദൈവത്തിന്റെ സാന്നിധ്യം ബോധ്യപ്പെടുത്തി തരുന്നത് നമ്മളുടെ മുന്നിൽ വിന്യസിച്ചിട്ടുള്ള ഒരു ദൈവം അബദ്ധ ദൈവങ്ങളുടെ പുറകെ പോകാൻ ആളുകള് കാരണമാകാതിരിക്കുന്ന വിധത്തിലുള്ള താക്കീതുകളും മുന്നറിയിപ്പുകളും നൽകിയിട്ടില്ലെങ്കിലാണ് നമുക്ക് അത് അവിശ്വസനീയമായിട്ടോ അല്ലെങ്കിൽ ശരിയല്ലാത്തതായിട്ടോ ഒക്കെ തോന്നാം. ഇവിടെ ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഗതി, പ്രതിസന്ധിയിൽ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അള്ളാഹു എന്തെങ്കിലും മറുപടി നൽകുന്നത് നമ്മൾ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് അസ്തിത്വം നൽകിയത് തന്നെ നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ ശ്വസിക്കാൻ കഴിയുന്നവനായി മാറിയത് അള്ളാഹു ചെയ്തതാണ് എന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ കുടിനീരിറക്കുന്നത് അള്ളാഹു ചെയ്തു തന്ന ഒരു അനുഗ്രഹമാണ് എന്നത് നിങ്ങൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളുടെ ശിരസിൽ മുടി വളരുന്നത്, നിങ്ങളുടെ വിരലുകളിൽ നഖമുണ്ടാവുന്നത്, അത് വളരുന്നത്, ഇതൊന്നും അള്ളാഹു ചെയ്തതായിട്ട് നിങ്ങൾ കാണുന്നില്ലല്ലോ. പ്രതിസന്ധികളിൽ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ പ്രത്യക്ഷത്തിൽ തന്നെ ചില അവിശ്വസനീയമായ സഹായങ്ങളൊക്കെ കിട്ടുന്നത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും.
പക്ഷെ അത് അള്ളാഹു ചെയ്തു തരുന്നതാണ് എന്നത് നിങ്ങൾ കാണുന്നില്ലല്ലോ. ഒന്നിന്റെ കാര്യത്തിലും അങ്ങനെ അള്ളാഹു ചെയ്തു തരുന്നതാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അള്ളാഹു ഗൈബ് ആണ്, ഗൈബിലാണുള്ളത്. അള്ളാഹു പ്രത്യക്ഷത്തിൽ വന്നിട്ട് നിങ്ങളെ ഇത് ഞാൻ ചെയ്തതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തില് നിങ്ങളുടെ മുന്നില് പ്രത്യക്ഷത്തിൽ വരികയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഈ വിശ്വാസത്തിനൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത്? യുക്തിയുടെയും ബുദ്ധിയുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തില് കാര്യങ്ങള് ദൈക്ഷണികമായി വിലയിരുത്തിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് വരേണ്ടതിന് എന്ത് പ്രസക്തിയും പ്രാധാന്യമാണുള്ളത്? ഇനി ഒരു ഭാഗത്ത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ കാര്യം നിങ്ങൾ തള്ളിക്കളയുമ്പോ, അല്ലെങ്കിൽ അവൻ മാത്രമാണ് ദൈവം എന്ന സംഗതിയെ നിങ്ങൾ നിഷേധിക്കുമ്പോ, ഒരു അടിത്തറയുമില്ലാത്ത, ഒരു യുക്തിയോ ബുദ്ധിയോ അംഗീകരിക്കാത്ത, അതിന് യാതൊരു സ്പേസും ഇല്ലാത്ത വിധത്തിലുള്ള എല്ലാ ഫൂളിഷ്നെസ്സിനെയും ദൈവമായി ശിരസിലേറ്റുന്നതിന് ഈ ചോദ്യം ഉന്നയിക്കുന്ന ആ മനോഘടനയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമില്ല. അതിന് തെളിവ് വേണ്ട, അതിന് പിൻബലം വേണ്ട, അതിന് ദൈക്ഷണികമായ സ്വീകാര്യതയൊന്നും വേണ്ട എന്നതാണ് അവർ സ്വീകരിക്കുന്ന നിലപാട്. ഇവിടെ നമ്മള് അള്ളാഹു എന്ന ഒരു പേരല്ല വിഷയം. എല്ലാ നല്ല പേരുകളും, എല്ലാ ഉത്കൃഷ്ടമായ പേരുകളും അള്ളാഹുവിൻ്റെതാണ്. ഏത് നല്ല പേര് വെച്ചുകൊണ്ടും നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചോളൂ. പക്ഷെ ഒരേ ഒരുവനേ ഉള്ളൂ. എന്ത് പേര് നിങ്ങൾ വിളിക്കുന്നുവെങ്കിലും ഈ നിങ്ങളുടെ സിരകളിൽ രക്തം ഒഴുകുന്നതായി നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു. അള്ളാഹു എന്ന് വിളിക്കുന്നതിന് പകരം നിങ്ങൾ വേറെ എന്ത് പേര് അവിടെ വെച്ച് വിളിച്ചാലും അത് പ്രപഞ്ച സൃഷ്ടാവായ ആ ദൈവം തന്നെയാണ്. അതല്ലാത്തൊരു ദൈവമില്ല എന്നതാണ് ഇവിടെ ബോധ്യപ്പെടുത്തപ്പെടുന്ന കാര്യം. ആ കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നതാണ്, അത് ബുദ്ധിക്ക് സ്വീകാര്യമായതാണോ അല്ലേ എന്നതാണ് ഇവിടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരേ ഒരു പ്രശ്നം. അപ്പൊ ആ ഒരു ദൈവം, ഒരേ ഒരു ദൈവമാണുള്ളത് എങ്കിൽ മനുഷ്യൻ പല വിധത്തിലും അബദ്ധങ്ങളിലേക്ക് നയിക്കപ്പെടുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പല കഥകളുടെയും അടിസ്ഥാനത്തിൽ വിഗ്രഹങ്ങളെയും അതുപോലെ തന്നെ രൂപങ്ങളെയും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന് ദിവ്യത്വം ചാർത്തിക്കൊടുക്കുന്ന ഏർപ്പാട് നിരന്തരമായി നമ്മൾ കാണുന്നുണ്ട്. അത് ശക്തിപ്പെട്ടു വരുന്നുണ്ട് അത്തരം പ്രവണതകൾ. ഇങ്ങനെയുള്ള അബദ്ധങ്ങളല്ല യഥാർത്ഥത്തില് മനുഷ്യനെ നയിക്കേണ്ടത്. മറിച്ച് ഈ പ്രപഞ്ചത്തിലെ സകല പ്രതിഭാസങ്ങളുടെയും പുറകിലായി ഒരു സൃഷ്ടാവായ ദൈവത്തിന്റെ കരം, അല്ലെങ്കിൽ സൃഷ്ടാവായ ദൈവമാണ് ഉള്ളത് എന്നത് ബോധ്യപ്പെടുക എന്നതാണ് യുക്തിയും ബുദ്ധിയും ഒക്കെ ഉള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി. ആ ദൈവം തീർച്ചയായിട്ടും മനുഷ്യൻ അബദ്ധങ്ങളുടെ പുറകിൽ പോകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയും ആ വിഷയത്തില് അവരെ താക്കീത് ചെയ്യുകയും ചെയ്യല് ഒരു അനിവാര്യതയാണ് എന്നതാണ് അത് സംബന്ധമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ദൈവത്തിന് ചേർന്നതാണോ എന്നൊക്കെയാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഒരു ദൈവത്തിന് ചേർന്നതാണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ദൈവങ്ങളുണ്ട് എന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ് അദ്ദേഹം ആ ഒരു ആശയത്തിൽ എത്തുന്നത്. ഒരുപാട് ദൈവം ഉണ്ടാവുക എന്നത് ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്ന ഒരു സംഗതിയായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? അങ്ങനെയെങ്കിൽ ഈ ദൈവങ്ങൾക്കിടയിൽ ഒരു ഹൈറാർക്കി ഉണ്ടാവില്ലേ? ആ ദൈവങ്ങൾ പരസ്പരം ഏറ്റുമുട്ടലിലാവില്ലേ? ആ ദൈവങ്ങൾ പരസ്പരം ഏറ്റുമുട്ടലിലും കൊമ്പുകോർക്കലിലും ആണെങ്കിൽ നിങ്ങൾ കാണുന്ന വിധത്തിൽ ഈ പ്രപഞ്ചവും അതിലെ സംവിധാനങ്ങളും വളരെ ഹാർമോണിയസ് ആയിട്ട് നിലനിൽക്കുമോ? ഖുർആൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. അടിസ്ഥാനപരമായി ഇത്തരം വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ നിങ്ങൾ മാനസികമായിട്ട് തയ്യാറാവുക. എന്നിട്ട് സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു തീരുമാനത്തിലേക്ക് ആദ്യം എത്തുക. എന്നിട്ട് ബാക്കി കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്നാണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഇദ്ദേഹം തന്നെ ഉന്നയിച്ച, സത്യസന്ധമായ അന്വേഷണമല്ലേ മതം ആവശ്യപ്പെടുന്നത്? കണ്ണടച്ച് വിശ്വസിക്കുകയും അടിമയെ പോലെ അനുസരിക്കുകയും ചെയ്യുക എന്നതല്ലേ മതം ആവശ്യപ്പെടുന്നത് എന്നതാണ്. മതം, നിങ്ങൾ ആദ്യം പറഞ്ഞത് ശരിയാണ്, സത്യസന്ധമായ അന്വേഷണമല്ലേ മതം ആവശ്യപ്പെടും. തീർച്ചയായിട്ടും ബുദ്ധിയും യുക്തിയും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്
തന്നെയാണ് സത്യം ഉൾക്കൊള്ളുന്നതിലേക്ക് വരേണ്ടത് എന്ന് തന്നെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. പക്ഷെ അത് രണ്ട് നിലപാടുകളുണ്ട്. ചിലര് യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ബോധ്യപ്പെട്ടതിനെ അംഗീകരിക്കുന്നവരായിട്ട് മാറും. വേറെ ചിലര് അവരുടെ താല്പര്യങ്ങള് മുന്നിൽ കണ്ടുകൊണ്ട്, ചില ഇടനായ താല്പര്യങ്ങൾ അവർക്കുണ്ടാകും. ആ താല്പര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ആ സത്യം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ ഭൗതിക താല്പര്യങ്ങളുടെ പുറകെ പോകുന്നവരും തർക്കത്തിൽ ഏർപ്പെടുന്നവരും ആയിട്ട് മാറും. അതിന്റെ ഫലം അവർക്ക് അത്തരം ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന എന്നവര് സങ്കല്പിക്കുന്ന വിധത്തിലുള്ള പല അബദ്ധ സങ്കല്പങ്ങളുടെയും ആശയങ്ങളുടെയും പുറകെ പോകുന്നവരായിട്ട് അവർ മാറും എന്നതാണ് വസ്തുത. യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ബോധ്യപ്പെട്ട ദൈവത്തെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ആ ദൈവത്തെ പിന്നെ പൂർണ്ണമായിട്ട് അനുസരിക്കുക എന്നത്. ആ ദൈവത്തിന് അടിമപ്പെടാൻ അയാൾ സന്നദ്ധനാവുന്നില്ലെങ്കിൽ ഒരുപാട് അനർഹരായ മനുഷ്യരെയും മനുഷ്യരുടെ കൂട്ടത്തിലെ മേലാളന്മാരായിട്ട് ചമയുന്നവരെയും അതുപോലെയുള്ള കുറെ അബദ്ധങ്ങളെയും ഒക്കെ യജമാനന്മാരാക്കി അവരുടെയൊക്കെ അടിമകളാകാൻ ആ ആള് പ്രേരിതനാകും എന്നതാണ് വസ്തുത. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, അങ്ങനെ അല്ലേ എന്ന്. അള്ളാഹുവിന്റെ അടിമയാകാൻ സന്നദ്ധനല്ലാത്ത, അള്ളാഹുവിനെ അനുസരിക്കാൻ സന്നദ്ധനല്ലാത്ത ഒരാള് പിന്നെ ഏത് പട്ടിയുടെ വേണമെങ്കിലും അടിമയാകാൻ ഒരുങ്ങുന്നതും പ്രയോഗത്തിൽ അങ്ങനെ ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതല്ലാത്ത ഒരു പരിണിതി അതിന് കാണാനേ സാധ്യമല്ല. നിങ്ങളത് ചരിത്രപരമായി ഒന്ന് വിലയിരുത്തുകയും പരിശോധിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ അടിമപ്പെടുന്ന ഒരാള്, ആ അള്ളാഹുവിനെ അനുസരിക്കാൻ ഒരുങ്ങുന്ന ആള് ഏറ്റവും വലിയ ലിബറേഷനാണ് നേടുന്നത്. എല്ലാ അബദ്ധ മേലാളന്മാരുടെയും അടിമത്തത്തിൽ നിന്ന് അവൻ മുക്തനാകുന്നു. എന്നിട്ട് യഥാർത്ഥത്തിൽ അർഹനായ സൃഷ്ടാവായ ദൈവത്തിന്റെ അടിമയായിക്കൊണ്ട് അവൻ ഏറ്റവും വലിയ ഉയർച്ച നേടുന്നു എന്നതാണ്, ബുദ്ധിപരമായ സ്വാതന്ത്ര്യം അവൻ അനുഭവിക്കുന്നു എന്നതാണ് അതിന്റെ ഫലം എന്ന് കാണാൻ കഴിയും. ഇല്ലെങ്കിൽ അനർഹരായ അപ്പിയിടുന്ന രൂപങ്ങളെ ദൈവമായി കണ്ടുകൊണ്ട് യജമാനന്മാരായിട്ട് തലയിലേറ്റി അടിമകളായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് അത് സംബന്ധമായിട്ട് കൂടുതലൊന്നും പറയേണ്ടതില്ല എന്ന് കരുതുകയാണ്. മക്കയിലെ മനുഷ്യർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ പൂർണ്ണമായി അംഗീകരിക്കുകയുണ്ടായിരുന്നു എന്നാണ്. പക്ഷെ പറയപ്പെടുന്ന പക്ഷേ എന്ന് പറഞ്ഞ ആളവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ശേഷമുള്ള ചോദ്യം ഒരു പക്ഷേ പിന്നെ എങ്ങനെ അദ്ദേഹത്തെ തിരസ്കരിക്കുന്നവരായി എന്നൊക്കെ ആയിരിക്കണം. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവിക വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രബോധന ദൗത്യം നിർവഹിച്ചു തുടങ്ങുന്നത് വരെയുള്ള കാലത്തെ കുറിച്ചാണ് അദ്ദേഹത്തെ സത്യസന്ധനായിട്ട് ആ നാട്ടുകാർ അംഗീകരിച്ചിരുന്നത് എന്നാണ്. അതിനുശേഷം അദ്ദേഹത്തെ കളവാക്കുക എന്നതാണ്, അദ്ദേഹത്തെ വ്യാജനായിട്ട് ചിത്രീകരിക്കുക എന്നതാണ് പിന്നെ ആ നാട്ടുകാരിൽ പലരും ചെയ്തിരുന്നത് എന്നതാണ് ചരിത്രപരമായ വസ്തുത. അവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് സംഘർഷപ്പെടേണ്ട വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവര് ശീലിച്ചു വന്ന അബദ്ധങ്ങളെയും അതുപോലെ വിശ്വാസപരമായ വീഴ്ചകളെയും അല്ലെങ്കിൽ അധമത്വത്തെയും ഒക്കെ വിമർശിക്കുകയും സത്യമാർഗത്തിലേക്ക് വരാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംഘർഷപ്പെട്ട് തുടങ്ങുന്നത്. അത് വളരെ സ്വാഭാവികമാണ് താനും. അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. നാട്ടില് എല്ലാവർക്കും സ്വീകാര്യനായിട്ട് ഉണ്ടായിരുന്ന ഒരാള് ശരിയായ ഒരു സംഗതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കോഴ്സിന് വേണ്ടി രംഗത്ത് വരുമ്പോ ഒന്ന് നോക്കണ്ടു, ആളുകള് രണ്ട് ചേരിയായി മാറും. അയാളെ അനുസരിക്കുന്നവരും അയാളെ പിന്തുണക്കാൻ സന്നദ്ധരായവരുമായൊരു വിഭാഗം ഉണ്ടാകുന്ന പോലെ തന്നെ അയാളെ ഇതുവരെയുള്ള എല്ലാ നന്മകളും അയാളിൽ നിന്ന് അനുഭവിച്ചിരുന്നവര് ആയിരിക്കെ തന്നെ അവര് അയാളോട് എതിർപ്പ് കാണിക്കാനും ശത്രുത കാണിക്കാനും ഒക്കെ ഒരുങ്ങി വരും എന്നതാണ് നമുക്ക് മനുഷ്യ സമൂഹത്തിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത. കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇന്നത്തെ ഖുർആൻ പഠനം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.